ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQയുടെ പാർട്ട് 13 വീഡിയോ ആയിട്ടാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 12 വീഡിയോസിലായിട്ട് 8 മൊഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ 8 മൊഡ്യൂളുകളിൽ വരുന്ന 80ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ട്സും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്. സോ ഇന്ന് നമ്മൾ പവർ ജനറേഷൻ എന്നുള്ള 9ാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പാർട്ട് 13 വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 5 ചോദ്യങ്ങളാണ്. സോ 5 ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിർബന്ധമായിട്ടും നോട്ട് എഴുതി തന്നെ മുന്നോട്ട് പോവുക. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, മൊഡ്യൂൾ 9ൽ ശ്രദ്ധിക്കേണ്ട കാര്യം പവർ ജനറേഷൻ, ദെൻ ജനറേഷൻ സോഴ്സസ് ഓഫ് എനർജി, വേരിയസ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ. ഇങ്ങനെ 2 സെൻറ്റൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാ ഈ 2 സെൻറ്റൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിൽ എത്രത്തോളം പഠിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ധാരണ വേണം. അതുകൂടാതെ കണ്ടോ, ജനറേഷൻ സോഴ്സസ് ഓഫ് എനർജി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഴ്സസ് ഓഫ് എനർജി ഇല്ലേ അല്ലേ. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, കൺവെൻഷനൽ, നോൺ കൺവെൻഷനൽ, ദെൻ ഹൈഡ്രോ, തെർമൽ, പിന്നെ സോളാർ, ടൈഡൽ, വിൻഡ്, ബയോഗ്യാസ് അല്ലേ, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ദെൻ വേരിയസ് ടൈപ്പ് ഓഫ് പവർ സ്റ്റേഷൻ അല്ലേ. അപ്പം പവർ സ്റ്റേഷനുകളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓരോ പവർ സ്റ്റേഷൻ്റെ പാർട്ടുകൾ പഠിക്കേണ്ടി വരും. സോ ഇത് വെറും 2 സെൻറ്റൻസിൽ ഒതുക്കിയെങ്കിലും നമ്മൾ പഠിക്കേണ്ട കാര്യം വളരെ വലുതാണ് എന്ന് ഓർത്ത് വെക്കുക. ഏകദേശം ഒരു 10-20ഓളം മണിക്കൂറുകൾ ക്ലാസ് ചെയ്താൽ മാത്രം തീരുന്ന ടൈപ്പ് ഓഫ് സാധനമാണ്. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ജനറേഷൻ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് സെമസ്റ്റർ 4ൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതായത് സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2-3 മൊഡ്യൂൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, കൺവെൻഷനൽ, നോൺ കൺവെൻഷനൽ ആ രീതിയിൽ കൊടുത്തതും റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ ഒക്കെ പഠിക്കണം. ദെൻ ഹൈഡ്രോ ഡീറ്റെയിൽ ആയിട്ട്, സ്റ്റീം, ദെൻ ന്യൂക്ലിയർ ഒക്കെ പഠിക്കണം കേട്ടോ. ന്യൂക്ലിയർ ചോദിക്കാറുണ്ട്, ന്യൂക്ലിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. സോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് പറയാം കേട്ടോ. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഗിവൺ ലിസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് ഹാസ് ലോ റണ്ണിങ് കോസ്റ്റ്. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് റണ്ണിങ് കോസ്റ്റ് ഉള്ളത് ഏതിനാണ്? റണ്ണിങ് കോസ്റ്റ് എന്താ? ഇപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് എനർജി ജനറേഷനെ 2ആയിട്ട് തരംതിരിക്കും. ഫിക്സഡ് കോസ്റ്റ്, ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് റണ്ണിങ് കോസ്റ്റ്. ഓക്കെ, റണ്ണിങ് കോസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പവർ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് അല്ലേ, അതിനാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. നമ്മുടെ ഹൈഡ്രോൻ്റെ കേസിൽ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും? യെസ്, ഒരു റിസർവോയർ ചിലപ്പം പണിയേണ്ടി വരും, ഒരു ഡാം പണിയേണ്ടി വരും അല്ലേ. സോ അതിൻ്റെ ഓക്സിലറി പ്ലാന്റുകളൊക്കെ ചിലപ്പം വേണ്ടി വരും. ദെൻ വലിയ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അതൊക്കെ പണിയേണ്ടി വരും. സോ മെയിൻ കോസ്റ്റ് ഇതാണ് കേട്ടോ. ഡാം പണിയുക, ഡാം റിസർവോയർ പണിയുക എന്നൊക്കെയുള്ളതാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുത്തുന്ന സാധനം. ദെൻ അതുകൂടാതെ ലാൻഡ് ഏരിയ ഏറ്റവും കൂടുതൽ വേണ്ടതും എവിടെയാണ്? യെസ്, നമ്മുടെ ഹൈഡ്രോയുടെ കേസിലാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പക്ഷേ റണ്ണിങ് കോസ്റ്റ് ഇൻ ദി കേസ് ഓഫ് ഹൈഡ്രോ എന്ന് പറയുന്നത് ലോ ആണ്, മിനിമം ആണ്. ഓക്കെ, സോ റണ്ണിങ് കോസ്റ്റ് ഓഫ് ഹൈഡ്രോ ഈസ് മിനിമം. എന്തുകൊണ്ടാണ്? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ, അല്ലെങ്കിൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂവൽ ബേണിങ്ങോ ഒന്നും വേണ്ടല്ലോ, ഒരു ഇന്ധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. സോ എന്താണ് നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വെള്ളമാണ് അല്ലേ. നമ്മൾ റിസർവോയറിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നുണ്ടാവും. ഓക്കെ, റിസർവോയറിൽ വെള്ളം ഉണ്ട്. സോ നമുക്കൊരു ഹെഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡാം പണിയുന്നു. ഓക്കെ, ഒരു ഡാം പണിയുന്നു. ഇതാണ് ഡാം. ദെൻ ഈ ഡാം നല്ല ഹൈറ്റിൽ പണിതതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ഹെഡ് ഉണ്ടാക്കുന്നു, നല്ലൊരു ഹെഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതിലെ വെള്ളം പെൻ സ്റ്റോക്ക് വഴി പുറത്തേക്ക് എടുക്കുന്നു കേട്ടോ. യെസ്, ഇതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു കേട്ടോ. വളരെ കിടിലൻ ഫിഗർ ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ കേട്ടോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല കേൾക്കാൻ രസമുള്ളൊരു ക്ലാസ്സാണ്.
അതുകൂടാതെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം മാർക്ക് കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാം, കുറേ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം. സോ ഇപ്പം പറഞ്ഞത് പ്രകാരം എന്താണ്, യെസ്, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ കേസിൽ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ബിക്കോസ് അവിടുത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, വെള്ളമാണ് അല്ലേ. സോ അവിടെ റണ്ണിങ് കോസ്റ്റ് കുറവാണെന്ന് മനസ്സിലാക്കുക. ഹൈഡ്രോ ആണ് റണ്ണിങ് കോസ്റ്റ് മിനിമം. ഡീസൽ എന്താണ്, ഡീസൽ പവർ പ്ലാന്റിൽ റണ്ണിങ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അറൗണ്ട് ഒരു 12 രൂപ, 10 മുതൽ 12 രൂപയൊക്കെ വേണം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദെൻ തെർമൽ പവർ പ്ലാന്റിൻ്റെ കേസിൽ എന്താ, അവിടെ നമ്മളൊരു കോൾ കത്തിച്ചിട്ടാണ് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാക്കുക, സ്റ്റീം ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്റ്റീമാണ് ടർബൈനിലേക്ക് പതിപ്പിക്കുക. ഓക്കെ, ന്യൂക്ലിയറിൻ്റെ കേസിലും കോസ്റ്റ് ഉണ്ട്. കാരണം എന്താ, അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഫിഷൻ ആണ് നടക്കുന്നത്. ഫിഷൻ എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഓഫ് ആറ്റം അല്ലേ. എന്നിട്ട് ആ സമയത്ത് പുറത്തേക്ക് വിടുന്ന ചൂട്, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ചൂടാക്കുന്നു, സ്റ്റീമാക്കുന്നു, ടർബൈനിൽ പതിപ്പിക്കുന്നു. അതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താ, ഹൈഡ്രോ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് പോയാലോ. സോ ഈ ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതൽ ആർക്കാണ്, വാട്ടർ പവർ അല്ലെങ്കിൽ ഹൈഡ്രോ കേട്ടോ. ദെൻ ഇതെന്താ, ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടുള്ള പവർ പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് തെർമലോ സ്റ്റീമോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. തെർമൽ അല്ലെങ്കിൽ സ്റ്റീം. ഓക്കെ, ഇതുകൂടി ഒന്ന് എഴുതി വെക്കണേ, നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ജനറലി യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. സോ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ട് യുറേനിയം, തോറിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യും. ഓക്കെ, അവിടെ നടക്കുന്നത് ഫിഷനാണ്. ഫിഷനും ഫ്യൂഷനും കേട്ടിട്ടുണ്ടോ. ഫിഷൻ എന്ന് പറയുമ്പം ഡിവിഷൻ ഓഫ് ആറ്റാണ് കേട്ടോ. ഫിഷൻ എന്ന് പറയുമ്പം നമ്മളൊരു കൂടിച്ചേരൽ ആണ് ഫ്യൂഷൻ. ഫിഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ആറ്റം. ഓക്കെ, ആറ്റംസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഒരു യുറേനിയം എന്താ പറയുക, ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, യുറേനിയം 235 ആണെന്ന് തോന്നുന്നു, ഞാൻ അത് കൺഫേം ചെയ്തിട്ടൊന്ന് പറയാം. യുറേനിയം 235, യെസ്. അത് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ സ്പ്ലിറ്റായിട്ട്. ഓക്കെ, ഫിഷൻ എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് പോവുക. ഓക്കെ, ഇങ്ങനെ 3 വീണ്ടും സ്പ്ലിറ്റായി, ഇത് വീണ്ടും 3 സ്പ്ലിറ്റായിട്ട് അങ്ങനെ പോവുക ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ, ഇതിന് ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. സോ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷനെ നമ്മളൊരു കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ മോഡറേറ്ററും കൺട്രോൾ റോഡുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേമുകളാണ് മോഡറേറ്റർ, ദെൻ കൺട്രോൾ റോഡ്. ഓക്കെ, മോഡറേറ്റർ, കൺട്രോൾ റോഡ്. ഓക്കെ, കൺട്രോൾ റോഡ് ഇതിൻ്റെ പർപ്പസുകൾ ഏകദേശം സെയിം ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മോഡറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക, മോഡറേറ്റർ റെഡ്യൂസസ് ദി സ്പീഡ് ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ഇത് ന്യൂട്രോൺസ് ആണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. സോ ഈ ന്യൂട്രോൺസിൻ്റെ സ്പീഡ് കുറക്കുക എന്നുള്ളതാണ് മോഡറേറ്ററിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, റെഡ്യൂസസ് സ്പീഡ് ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ന്യൂട്രോൺസ്. ദെൻ കൺട്രോൾ റോഡ് എന്തിനാണ് ഉപയോഗിക്കുക, യെസ്, ഈ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നത്, ന്യൂട്രോൺസുകൾ തിന്നുന്നതാണ് നമ്മുടെ കൺട്രോൾ റോഡ് കേട്ടോ. ന്യൂട്രോൺ അബ്സോർബിങ് ആണ് ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, യെസ്. സോ ഒരു ഫിഷൻ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചെയിൻ റിയാക്ഷൻ ആണ്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന കുറേ ന്യൂട്രോൺസ് ഇങ്ങനെ ചെറുപറ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. സോ ഇതൊരു അൺകൺട്രോൾഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അപകടമാണ്. സോ എന്ത് ചെയ്യുന്നു, യെസ്, ഈ ഒരു ന്യൂട്രോണിനെ നമ്മളങ്ങ് ഒഴിവാക്കി വിചാരിച്ചോ, ഒരു കൺട്രോൾ റോഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വിചാരിച്ചോ. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇനി അങ്ങോട്ടേക്ക് ഇവൻ കൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, സപ്പോസ് ഇവനെ നമ്മളങ്ങ് വിഴുങ്ങി വിചാരിച്ചോ, അപ്പോൾ ഇവൻ കാരണമുള്ള ചെയിൻ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പായി. നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൺട്രോൾഡ് ആയിട്ട് ഈ ചെയിൻ റിയാക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ മോഡറേറ്റർ എന്തിനാണ്, സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു സെമിനാർ നടത്തുന്നു വിചാരിച്ചോ. ഓക്കെ, അവിടുത്തെ മോഡറേറ്റർ എന്ത് ചെയ്യും, ആ സെമിനാറിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന ആളാണല്ലേ. യെസ്, അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ആളാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി മോഡറേറ്ററായിട്ട് ആരെ യൂസ് ചെയ്യും, കൺട്രോൾ റോഡായിട്ട് ആരെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ റോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്, ബോറോണും കാഡ്മിയവും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ബോറോൺ,
ദെൻ കാഡ്മിയം CD. ഓക്കെ, കാഡ്മിയം ആണ് നമ്മൾ കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യുക. ദെൻ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറേയധികം മെറ്റീരിയൽസ് ഉണ്ട്. വാട്ടർ, ഫ്രഷ് വാട്ടർ യൂസ് ചെയ്യാം, ഹെവി വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാം. ദെൻ വേറെന്താ, ഡ്യൂട്ടീരിയം, പാരഫിൻ, അതൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ, ഡ്യൂട്ടീരിയം, പാരഫിൻ. അതൊന്നും പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഉള്ളത് ഗ്രാഫൈറ്റ് മാത്രമാണ് കേട്ടോ. സോ വാട്ടറും ഉണ്ട്, ഹെവി വാട്ടറും ഉണ്ട്. അതൊക്കെ മോഡറേറ്റേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. റിച്ച് ഇൻ പ്രോട്ടോൺ ആയിരിക്കും. മോഡറേറ്റേഴ്സ് എപ്പോഴും പ്രോട്ടോൺ അധികമുള്ളതായിരിക്കും. സോ അതായിരിക്കും നമ്മുടെ ഈ ന്യൂട്രോൺസിനെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റൻ നോക്കിയേ, ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റനാണ്. നിങ്ങളുടെ പ്രൊവിഷണൽ കീ പ്രകാരം ആദ്യം കൊടുത്തത് ഗ്രാഫൈറ്റ് ആൻഡ് കോൺക്രീറ്റ് എന്നാണ്. പക്ഷേ അത് തെറ്റാണ്. കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് അല്ലെങ്കിൽ ഷീൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക കേട്ടോ. സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റേഡിയോ ആക്റ്റീവ് എമിഷൻസ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് ഷീൽഡിങ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് എന്നൊക്കെയാണ് കേട്ടോ. അത് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഷീൽഡിങ്ങിന് യൂസ് ചെയ്യുക കോൺക്രീറ്റ് ആണ്. പക്ഷേ ഇതിൽ എവിടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാഫൈറ്റ് ആൻഡ് കോൺക്രീറ്റ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം പ്രൊവിഷണൽ കീയിൽ അവർ D എന്ന് കൊടുത്തു, മെയിൻ കീ ഓക്കെ ഫൈനൽ കീ വന്നപ്പം അത് ഡിലീറ്റ് ചെയ്തു. കാരണം ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എക്സാമിനേഷൻ്റെ കറക്റ്റ് ആൻസർ വേറെ എന്താണ്, ഗ്രാഫൈറ്റും ഹെവി വാട്ടറും വരേണ്ടതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ Aയും Bയും ആണെന്ന് ഓർത്ത് നോക്കുക. Aയും Bയും ആണ് ഇതിൻ്റെ ആൻസർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാം, നോക്കിയാലോ. ഫ്യൂവൽ റോഡ് constitute the fission material and release huge amount of energy when bombarded with slow moving neutron. The moderator consists of graphite rod. കണ്ടോ, മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് റോഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, മോഡറേറ്റർ സ്ലോ ഡൗൺ ദി ന്യൂട്രോൺ ബിഫോർ ബോംബാർഡ് ദി ഫ്യൂവൽ റോഡ്. ദി കൺട്രോൾ റോഡ് ആർ കാഡ്മിയം എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ബോറോണും കൂടി ഉണ്ട് എന്ന് ഓർക്കണേ, ബോറോണും കൂടി ഉണ്ട്. ദെൻ ഇവിടെ മോഡറേറ്റർ കൺസിസ്റ്റ് ഓഫ് ഗ്രാഫൈറ്റ് റോഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, ഹെവി വാട്ടറും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഹെവി വാട്ടർ ഓക്കെ ഉണ്ട്, നോർമൽ വാട്ടറും ഉണ്ട്. ഓക്കെ, നോർമൽ വാട്ടറും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. യെസ്, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് പോയാലോ. ഫ്രം ദി ഗിവൺ ലിസ്റ്റ് ചൂസ് ദി കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, താഴെ പറയുന്നവർ ഏതാണ് കൺവെൻഷണൽ എനർജി സോഴ്സ്? സോ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടേ. യെസ്, പേര് തന്നെയുണ്ട് കൺവെൻഷണൽ. നമ്മൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന, കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് എനർജി സോഴ്സുകളെ പറയുന്ന പേരാണ് കൺവെൻഷണൽ എനർജി സോഴ്സ്. അതിൻ്റെ ടെക്നോളജി വളരെ പഴയതായിരിക്കും. ഓക്കെ, പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നോൺ കൺവെൻഷണൽ എന്താ, ഈ അടുത്ത കാലത്ത് മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, പണ്ട് കാലത്ത് അധികം ഉപയോഗിക്കാത്ത, ഓക്കെ കുറച്ച് കപ്പാസിറ്റിയിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് എനർജി റിസോഴ്സസിനെ പറയുന്നവരാണ് നോൺ കൺവെൻഷണൽ. ഇനി ഇങ്ങനെയൊരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ. ഓക്കെ, ദെൻ എല്ലാ കൺവെൻഷനലും നോൺ റിന്യൂവബിൾ ആണ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. ദെൻ എല്ലാ നോൺ കൺവെൻഷനലും റിന്യൂവബിൾ ആണെന്നും കൊടുക്കാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ടൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ രീതിയിലും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺവെൻഷണൽ ആണെന്ന് പറയുമ്പം അത് നോൺ റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് എന്താ, നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റാത്തത്. ഓക്കെ, വീണ്ടും പുനരുപയോഗിക്കാൻ വേണ്ടി പറ്റാത്തതോ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതുമായ കാര്യങ്ങളാണ് നോൺ റിന്യൂവബിൾ. അപ്പോൾ നിങ്ങൾ നോക്കി, ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് കൺവെൻഷണൽ ആണ്, കറക്റ്റാണ്. ടൈഡൽ എന്ന് പറയുന്നത് കൺവെൻഷണൽ അല്ല, നോൺ കൺവെൻഷണൽ ആണ്, അല്ലെങ്കിൽ റിന്യൂവബിൾ ആണ് അല്ലേ. സോ ഇത് അല്ല, ഓക്കെ ഇതല്ല. എന്തുകൊണ്ടാണ് ടൈഡൽ വരുന്നില്ല? ദെൻ ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി എന്താ, സോളാർ എനർജി റിന്യൂവബിൾ ആണ്. സോ അതുകൊണ്ട് അതും വരില്ല. ദെൻ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ് എന്ന് പറയുന്നത് യെസ് നശിച്ചു പോകുന്നതാണ്. ഓയിൽ നശിച്ചു പോകുന്നതാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നതും നശിച്ചു പോകുന്നതാണ്. ഓക്കെ, ദെൻ കോള്, ഫയർവുഡ്, ബയോഗ്യാസ്. ഓക്കെ, കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നോൺ റിന്യൂവബിൾ അല്ല വേണ്ടത്. യെസ്, നിങ്ങൾ നോക്കിയേ, ബയോഗ്യാസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ് കേട്ടോ. ബയോഗ്യാസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ് കേട്ടോ. ബയോഗ്യാസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കുക, റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് ബയോഗ്യാസ്. അതായത് ബയോഗ്യാസ് എന്താ, നമ്മുടെ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ, അത് റിന്യൂവബിൾ ആണ്. അതിൻ്റെ കറക്റ്റ്
അതാണ് നിങ്ങൾ പിടിക്കേണ്ട പോയിന്റ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. നാച്ചുറൽ ഗ്യാസ് നോൺ റിന്യൂവബിൾ ആണ്. ബയോഗ്യാസ് റിന്യൂവബിൾ ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടുത്തെ ആൻസർ ഏതാ വരിക നേരം? ഇത് നോൺ റിന്യൂവബിൾ ആണെങ്കിൽ, നാച്ചുറൽ ഗ്യാസ് നോൺ റിന്യൂവബിൾ ആണെങ്കിൽ അത് കൺവെൻഷണൽ അല്ലേ? ഓയിൽ കൺവെൻഷണൽ അല്ലേ? ഫയർവുഡ് നമ്മുടെ മരം കൺവെൻഷണൽ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബയോഗ്യാസ് ഈസ് നോൺ കൺവെൻഷണൽ എന്ന് ഓർത്ത് വെക്കുക. ദെൻ കൺവെൻഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? യെസ്, അത് നമ്മുടെ ന്യൂക്ലിയർ വരും. ഓക്കെ, ന്യൂക്ലിയർ വരും. ദെൻ ഓയിൽ വരും. ഓയിൽ എന്താ? നോൺ റിന്യൂവബിൾ അല്ലേ? ദെൻ നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, നാച്ചുറൽ ഗ്യാസ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൺവെൻഷണൽ ആണെന്നും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. സോ വളരെ സിമ്പിളാണ്. സോ ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് പോയാലോ? യെസ്, അതിൻ്റെ കുറച്ച് നോട്ട്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കി എഴുതണേ. ഞാൻ വീണ്ടും പറയുന്നില്ല, വെറുതെ സമയം കളയുന്നില്ല. നെക്സ്റ്റ്, ബയോഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ്. ബയോഗ്യാസിൽ മീഥെയിൻ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? മീഥെയിൻ ഉണ്ട്, നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനിലും മീഥെയിൻ ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. മീഥെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ബയോഗ്യാസിലുള്ളത്. ഓക്സിജൻ്റെ അഭാവത്തിൽ എന്താണ് നമ്മുടെ ഈ ആനിമൽ എക്സ്ക്രീറ്റ്, ആനിമൽ വേസ്റ്റ് ഒക്കെ വിഘടിച്ചിട്ട് കിട്ടുന്നതാണ് ബയോഗ്യാസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് പറയുന്നില്ല. ഓക്കെ, മീഥൈൻ്റെ ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കുക, മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസ് കേട്ടോ. ബയോഗ്യാസ് അത് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. ലാസ്റ്റ്, അറേഞ്ച് ദി ഫോളോയിങ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഇൻ എ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. പല എക്സാമിനും ചോദിക്കാറുണ്ട്. ഇപ്പം നിലവിൽ സോളാറിൻ്റെ ടെക്നോളജിയൊക്കെ അത്രയും ഇമ്പ്രൂവ്ഡ് ആയതുകൊണ്ട് ഇത് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മനസ്സിലാക്കുക, സോളാറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം സോളാർ സെല്ലാണ് കേട്ടോ. സോളാർ സെല്ല്, കുറേ സെല്ല് കൂടി ചേർന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് സോളാർ സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ അത് മൊഡ്യൂളായി. ഓക്കെ, മൊഡ്യൂളായി. ദെൻ മൊഡ്യൂൾ ചേർന്നാൽ പാനലായി. പാനൽ ചേർന്നാൽ അത് അറേ ആയി കേട്ടോ. അറേ ആയി. നമ്മളിപ്പം ഒരു 500 വാട്ടിൻ്റെ പാനൽ വെച്ചു. ആ 500 വാട്ടിൻ്റെ ഒരു 4 പാനൽ അതിൽ 2 കിലോ വാട്ടായി അല്ലേ? സോ അതിന് പറയുന്നവർ സോളാർ പാനൽ എന്നല്ല, അറേ എന്നാണ് പറയുക കേട്ടോ. സോ ആദ്യം സോളാർ സെല്ല് 3. ഓക്കെ, 3. ദെൻ അതിനുശേഷം മൊഡ്യൂൾ പറയുന്നത് 1 അല്ലേ? 1. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ദെൻ 2 അറേ. ദെൻ അറേ ഫീൽഡ് കേട്ടോ. അറേ ഫീൽഡ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അറേ ഫീൽഡ്. സോ ഓക്കെ, സെല്ല്, മൊഡ്യൂള്, പാനൽസ്, അറേ. ഓക്കെ, അറേസ് ചേർന്നിട്ട് അറേ ഫീൽഡ് ആ രീതിയിലും നിങ്ങൾ കണക്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റായിട്ട് വരിക. ഇവിടെ പാനൽസിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല അല്ലേ? നേരെ അറേ ആണ്. അറേ കഴിഞ്ഞിട്ട് അറേ ഫീൽഡ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അറേ ഫീൽഡ്. ഓക്കെ, അറേ ഫീൽഡ്, അറേസിനെ കുറേ കണക്ട് ചെയ്തത്. ഓക്കെ, അതാണ് അറേ ഫീൽഡ്. സോ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്